കക്കൂസ് നമ്മൾ ആദ്യം ഒരാൾ ഇറങ്ങി കഴിയുമ്പോൾ ക്യൂ നിന്ന് വെച്ച് നമ്മൾ ടേൺ എത്തുമ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് മേടിച്ചുകൊണ്ട് കിണറ്റുകരയിൽ അടുക്കളയുടെ അടുത്തുള്ള കിണറ്റുകരയിൽ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് നമ്മുടെ കക്കൂസ് ഒന്ന് വൃത്തിയാക്കും. വൃത്തിയാക്കി വെച്ച് അടുത്ത ബക്കറ്റിൽ കോരിക്കൊണ്ട് വന്നാലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കോരിക്കൊണ്ട് വരുമ്പോഴേക്കും വേറൊരുത്തൻ അതിനകത്ത് കയറും. അങ്ങനെ ഈ ചെറിയ പിള്ളേർ മുഴുവൻ ഏറ്റവും അവസാനം എല്ലാവരുടെയും തട്ട് കേട്ട് 10 പ്രാവശ്യമെങ്കിലും കക്കൂസ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഒന്ന് കക്കൂസിപ്പാൻ പറ്റുന്നത്. ഈ കക്കൂസിൻ്റെ പുറകിലുള്ള മാലിന്യം ആ ടാങ്ക് നിറഞ്ഞ് വരും. അപ്പോൾ അതൊരു ചിലപ്പോഴൊക്കെ ഒരു 10-15 ദിവസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ രാജേട്ടൻ അതൊരു ശനിയാഴ്ചയായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഈ കക്കൂസിൻ്റെ മാലിന്യം, അതായത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ദിവസം അന്ന് എനിക്കൊക്കെ അതിൻ്റെ ക്ലീനിങ് ആദ്യത്തെ ദിവസത്തെ ബുദ്ധിമുട്ടായിരുന്നിരിക്കണം. ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ ഓർക്കുന്നുമില്ല. ശരിക്കുമുള്ള ഓർത്തിരിക്കുന്ന ഫീലിംഗ് അത് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ച് ശരിക്കും നമുക്ക് ആ ദിവസത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു. കേൾക്കുമ്പോൾ അവർക്ക് ഇയാൾക്ക് എന്തോ കുഴപ്പമുള്ളതാണെന്ന് തോന്നും. പക്ഷേ അതങ്ങനെയാണ് ജീവിതം. ഈ ഗോതമ്പ് കഞ്ഞി തന്നെ എല്ലാ ദിവസവും കുടിച്ചിട്ട് ഞാനിപ്പോൾ അവർ തന്ന കഞ്ഞിയെ കുറ്റം പറയല്ലോ കേട്ടോ. എനിക്ക് അമ്മച്ചിയോട് പോലും ഒരു വിരോധമില്ല സത്യസന്ധമായും. കാരണം ഇല്ലാതിരുന്നവന് 1.25 വർഷം അവർ നമുക്ക് ഗോതമ്പ് കഞ്ഞിയാണെങ്കിലും തന്നില്ലേ, അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വായിച്ചിട്ട് ആളുകൾ അടിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, അവളിപ്പോൾ മരിച്ച് നരകത്തിലാണോ എന്നൊക്കെ. ഞാൻ അന്നേരം തിരിച്ചെഴുതാറുണ്ട്, അങ്ങനെ പറയരുത്. കാരണം ഇറ്റ് ഈസ് സോ അൺബിക്കമിങ്, വി കാൺ ഡു ദാറ്റ്. അവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ആയത്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് എന്നും ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ആ ഗോതമ്പ് കഞ്ഞി തന്ന അവരോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെ അനുഭവിച്ച വേദന ഇന്നതൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ വൈരാഗ്യമൊന്നുമില്ല, ഇല്ല, ശരിക്കും ഇല്ല. ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ദിവസം ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. അത് അന്ന് വൈകുന്നേരം നമുക്ക് നല്ലൊരു ഭക്ഷണമാണ് കിട്ടുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബീഫ് ഏത്തയ്ക്കായിട്ട്, അത് എൻ്റെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും വെക്കുന്നതല്ല, ഇപ്പോഴും അങ്ങനെ ശീലമുള്ളതായിട്ട് അറിയത്തില്ല. ഏത്തയ്ക്കായിട്ട് തൊലി കളയുകയല്ല തൃശ്ശൂർ, എന്നിട്ട് ബാക്കി വീടുകളിൽ കളയുമായിരിക്കും. ഈ അനാഥശാലയിൽ തൊലിയോട് കൂടി കീറി കഷ്ണങ്ങളായിട്ടിട്ടിട്ട് അത് ഇറച്ചിക്കറി വെക്കും. വലിയ ചെമ്പുകലത്തിലാണ് വെക്കുന്നത് കേട്ടോ, അത്രയും വലിയ ആളുകളുടെ വലിയ ചെമ്പുകലത്തിലാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം ഈ തീട്ടമൊക്കെ ചുമന്ന് പോയിട്ട് വന്ന് വൈകുന്നേരം കുളി കഴിഞ്ഞ് വൈകുന്നേരത്തെ ഉല്ലാസത്തിന് മുമ്പുള്ള ഞങ്ങളുടെ അത്താഴത്തിന് അന്നത്തെ ദിവസം പച്ചരിക്കഞ്ഞിയും കിട്ടും. വേറൊരു ചെറിയ കിണ്ണത്തിൽ നമുക്ക്, കാരണം കറിക്കും ചോറിനും 2 പാത്രമുണ്ട് അവിടെ. വെളുത്ത കുഴിവുള്ള കിണ്ണത്തിലാണ് ചോറിൽ കഞ്ഞി കിട്ടുന്നത്. ഇപ്പുറത്തൊരു അതിൻ്റെ ഒരു മിനി വെർഷനുണ്ട്, അതിനകത്താണ്. അതിൻ്റെ മുകൾ വശത്ത് കറുത്തെങ്ങനെ ഇരിക്കും റൗണ്ടിൽ. ഈ വലിയ കിണ്ണത്തിനും അങ്ങനെയാണ്, ഒരു വരയിട്ടേക്കുന്ന പോലെ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഇറച്ചിക്കറി ഒരു തവി കിട്ടും. അതും ബക്കറ്റിലാണ് കൊണ്ടുവരുന്നത്. അത് അമ്മണി ചേച്ചിയാണ് വിളമ്പുന്ന ഇറച്ചിക്കറി. എപ്പോഴും ഇറച്ചിക്കറി വിളമ്പുന്ന അമ്മണി ചേച്ചിയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഈ കുട്ടികളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ആയമാർ കഴിക്കുന്നത്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന അതും നല്ല ഒരു പരിപാടിയാണ്. അതിനൊരു നല്ല രസമുണ്ടത്. ഇപ്പോൾ അത് ഓർക്കുമ്പോൾ അന്നൊക്കെ അത് പറ്റിയതെങ്ങനെ. ചിലപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ ശീലിക്കും, നമ്മളെ പഠിപ്പിക്കുന്ന ഇത് മതി എന്ന് പറയുമ്പോൾ അതായിരിക്കും ശരിയെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മോട്ടിവേഷൻ അതിനകത്തെ അറപ്പോ ഇതൊന്നും ആയിരുന്നു. ഈ ഇറച്ചിക്കറി എൻ്റെ ഒരു മോട്ടിവേഷൻ ആയതുകൊണ്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് രാജേട്ടൻ ഇതിനകത്തേക്ക് ഇറങ്ങും. ചിലപ്പോൾ ജോസേട്ടൻ ഇപ്പുറത്ത് നിന്ന് പിടിച്ചു കൊടുക്കും. എന്നിട്ട് ഈ രാജേട്ടൻ അന്നേരം ഉടുക്കുന്ന ഒരു മുണ്ട് മടക്കി കുത്തിയിട്ട് അതിൻ്റെ ഒരു അറ്റം പുറകോട്ട് വലിച്ചെടുത്ത് പുറകിൽ കൂടെ കൊണ്ടുവന്നിട്ട് പുറകിൽ കുത്തി വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ കുത്തി വെക്കുമ്പോൾ എന്നിട്ട് പുള്ളി ഇങ്ങനെ കാല് രണ്ടും കവച്ച് ഭിത്തി 2 സൈഡിലേക്കും വെച്ചിട്ട് 2 സൈഡിലേക്കും കാലകത്തി 2 സെപ്റ്റിക് ടാങ്കാണ് മുട്ടിയിരിക്കുന്നത്, 2 കക്കൂസിന്ന് വരുന്നത്. ആ ഭിത്തികളെ ചവിട്ടി ഇങ്ങനെ നിന്നിട്ട് കോരിയെടുത്ത് ഈ സാധനം മുകളിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇത് വള്ളിക്കൊട്ടയിലാക്കി ജോസേട്ടനോ ആരെങ്കിലും ചേട്ടന്മാർ പിടിച്ച് നമ്മുടെ തലയിലേക്ക് തരും. അതിനടിയിലൊന്നും വെച്ചിട്ടല്ല, വള്ളിക്കൊട്ടയ്ക്ക് തന്നു വിടും. അതൊരു അരപ്പാത്രം 3/4 പാത്രമൊക്കെ വെച്ച് നമ്മുടെ തലയിൽ തന്നു വിടും. അത് ചിലപ്പം മഴയുള്ള സമയമായിരിക്കും. അന്നേരം ഇതിങ്ങനെ ഒലിച്ചിറങ്ങും. ആ ഒലിച്ചിറങ്ങുമ്പം ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അത് നമ്മളിത് ചുമന്നുകൊണ്ട് പോകുമ്പോഴും എനിക്ക്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കിതിങ്ങനെ തീട്ടം നമ്മുടെ തലയിലൂടെ ദ്രവരൂപത്തിൽ മുഖത്തൂടെയൊക്കെ ഒലിച്ചിറങ്ങുമ്പോൾ എനിക്കന്നൊരു ശരിക്കും ഉണ്ടായിരുന്ന ഫീലിംഗ് വൈകുന്നേരം കിട്ടുന്ന ഭക്ഷണമായിരുന്നു.
അങ്ങനെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ ഒലിച്ചിറങ്ങുമ്പോഴും നല്ല നല്ല സ്പീഡിൽ നടന്ന് അതൊരു പ്രതീക്ഷയോ പ്രതീക്ഷയും നമുക്ക് വേഗം നടന്നു കൊണ്ടുപോയിട്ട് വന്ന് തീർക്കണം എന്നുള്ളൊരു ഊർജ്ജം ഉണ്ടായിരുന്നു. ചിലരൊക്കെ ഒളിച്ച് മാറിയിരിക്കും ഈ കോരിത്തന്നോടും. ഞാൻ ഒരു പ്രാവശ്യം പോലും ഇതിൽ നിന്ന് മാറിയിരുന്നിട്ടില്ല. കാരണം അന്നേരം എല്ലാം വൈകുന്നേരം കിട്ടുന്ന ഈ ഇറച്ചിക്കറി ഓർത്ത് എനിക്ക് ഭക്ഷണത്തോട് ഭയങ്കര കൊതിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഗോതമ്പ് കഞ്ഞിയാണെങ്കിലും അതിനകത്ത് പുഴുണ്ടെങ്കിലും ഒന്നും എനിക്ക് അറപ്പ് തോന്നിയിരുന്നില്ല. ഇറച്ചിയൊക്കെ വിളമ്പി കിട്ടുമ്പോഴാണേലും കൂടുതലും കായ കഷ്ണങ്ങളാണ് കിട്ടുക. 1-2 കഷ്ണമൊക്കെ നമുക്ക് ഇറച്ചിയായിട്ട് കിട്ടത്തുള്ളൂ. അത് ചവയ്ക്കുന്നത് പോലും തീർന്നു പോകരുതെന്നോർത്ത് എന്നിട്ടത് മാക്സിമം സമയമിട്ട് ചവയ്ക്കുന്നത് കൊണ്ടാവണം ഇറക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതങ്ങ് പോയി അന്നൊരു ദിവസം ഇങ്ങനെ ഇരിക്കില്ല. അതൊരു എവ്രി ഫോർട്ട് നൈറ്റ് അങ്ങനെ പോയിട്ട് ഒരു ദിവസം ഇങ്ങനെ ഒരു ക്ലീനിങ് അതൊരു 2 ആഴ്ച കൂടുമ്പോഴുള്ള ഒരു സെറിമണിയാണ് അത്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പ്രായം കാണുമില്ലെങ്കിൽ 1 വയസ്സൊക്കെ കൂടുതലുണ്ടാവും. ഇല്ല, എൻ്റെ പ്രായമൊക്കെ കാണും. 9 വയസ്സൊക്കെ ഉണ്ട്. 9-10 ഒരു ക്ലാസ് മുമ്പിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ പ്രായം കാണുകയുള്ളായിരിക്കും. കാരണം അതിന് 1 വയസ്സ് താമസിച്ചല്ലേ സ്കൂളിൽ വിട്ടേ. അപ്പോൾ ഈ കണ്ണൻ എന്ന് പറഞ്ഞൊരുത്തരുണ്ടായിരുന്നു. അവൻ ഈ ഇറച്ചിക്കറി ഒക്കെ കഴിച്ചു. ഞാൻ ഈ ഇറച്ചിക്കറി വിളമ്പി വന്നപ്പോഴേക്കും എൻ്റെ കഞ്ഞി തീർത്തു. പിന്നെ ഇറച്ചിക്കറി തന്നെ ഇരുന്ന് കഴിച്ചു. ഈ കണ്ണൻ ഞാനും ഈ അമ്മണി ചേച്ചി ചോറ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു. അതിനകത്ത് 2-3 കഷ്ണം ഉണ്ടാകും. ഞാൻ എന്നും ചെയ്യുന്ന പോലെ ചവച്ച് അതിനെ ഇല്ലായ്മ ചെയ്ത് അതിൻ്റെ ചാറ് വാരി കഴിക്കുക മാത്രമല്ല, കുടിച്ചു തീർക്കുകയല്ല, അതിന് വടിച്ചെടുത്ത് കഴിച്ചത് കൂടാതെ ആയമാർ കണ്ട അടി തരും. അതുകൊണ്ട് ഇങ്ങനെ ടേബിളിൻ്റെ അടിയിലേക്ക് എന്തോ സാധനം എടുക്കാൻ എന്ന പോലെ കുനിഞ്ഞിട്ട് ഈ ചെറിയ കറി വിളമ്പിയ സോസർ നക്കും. കാരണം അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരൂടെ കിട്ടാനായിട്ട്. പിന്നെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അത് കഴുകേണ്ട പോലും കാര്യമില്ല, അത്രയ്ക്ക് വൃത്തിയായി അത്. എന്നിട്ട് ഇത് രണ്ടും എടുത്ത് നമ്മൾ കഴുകാൻ പോകണം. അപ്പോൾ ഈ കഴുകാനായിട്ട് പോകുന്ന ഈ അടുക്കളയുടെ അടുത്ത് വെള്ളം കോരി നമ്മൾ കഴുകണം. അടുക്കളയുടെ പുറത്തേക്ക് വേറൊരു വാതിലുണ്ട് ഈ ഹാളിൽ നിന്നിറങ്ങുന്ന കൂടാതെ. അപ്പോൾ ഈ കണ്ണൻ പറഞ്ഞു അവന് കൊതി മാറിയില്ല, അപ്പോൾ അവന് ഇച്ചിരൂടെ ഇറച്ചി വേണമെന്ന്. ഈ കിണറിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കും മനസ്സിലങ്ങോട്ടൊരു ഗുമ്മടിച്ചു. അപ്പോൾ ഈ അമ്മണി ചേച്ചി ആയമാരും ഈ 18 വയസ്സ് കഴിഞ്ഞ് ചേച്ചിമാരും ഒക്കെ കൂടെ ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അവർ കഴിക്കുമ്പോഴേക്കും ചോറൊക്കെ ഇങ്ങനെ വലിയൊരു സോസറിൽ, അവർക്ക് പക്ഷേ പച്ചരി കഞ്ഞിയല്ല കേട്ടോ, ചോറാണ് കൊണ്ടുവന്നിങ്ങനെ പരന്ന ഒരു സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുപോയി ടേബിളിൽ വെക്കും. എന്നിട്ട് അവർ ഫാഷൻ വീടുകളിലെ പോലെ കോരിയെടുത്ത് സ്വയം കോരിയെടുത്താണ് കഴിക്കുന്നത്. ചേച്ചിമാർക്കല്ല കേട്ടോ, ആയമാർക്ക് മാത്രം. ചേച്ചിമാർക്കുള്ളത് അമ്മണി ചേച്ചി വിളമ്പിയിട്ടാണ് അവരുടെ സാധനം എടുത്ത് അവിടെ വെക്കുന്നത്. അപ്പോൾ ഈ കണ്ണൻ അവിടെ വന്നപ്പോഴേക്കും ഇവരാരും അടുക്കളയിലില്ല, ഒറ്റ മനുഷ്യരുമില്ല. അപ്പോൾ ഒരു അരണ്ട വിളിച്ചുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ തീയുണ്ട്. ഈ ഇറച്ചിക്കറി വെച്ച ചെമ്പോലം അപ്പോഴും അടുപ്പിൽ തന്നെ ഇരിക്കുക, തീയില്ല അടിയിൽ. ഇവൻ എന്നോട് നോക്കിക്കോളാനായിട്ട് ആ വാതൊക്കെ ഞാൻ നിൽക്കും. അവനകത്ത് ചെന്ന് വെച്ച് ഈ ഇതിനകത്തേക്ക് ഈ ചെമ്പോലത്തിനകത്ത് ഇറച്ചിക്കറി വെച്ച് വെച്ചിങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ വരും. എനിക്ക് അകലേന്ന് കാണാം നല്ല മുഴുത്ത കഷ്ണങ്ങളിങ്ങനെ, വാഴയ്ക്കൊന്നും ഇല്ലാതെ ഇറച്ചിക്കറി തന്നെ അവൻ്റെ കയ്യിൽ, ഇറച്ചി തന്നെ ഇരിക്കുക. എന്നിട്ട് അവനിതെടുത്ത് തിന്നുക. ഇത് തിന്നുകൊണ്ടിരിക്കുമോ മൊത്തം തീരുന്നതിന് മുമ്പിൻ്റെ ഏതോ കയ്യോ എന്തോ തട്ടി അവിടെ ഒരു കണ്ണാപ്പ പോലെ ഒരു തവി ഉണ്ടായിരുന്നു, അത് താഴേക്ക് വീണു. ടും എന്നും പറഞ്ഞ് ഒച്ച കേട്ടു. ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു അടുത്ത് പോകാൻ. ഇവൻ കൈയിട്ടാണ് കഴിക്കുന്നത്. കൈയിട്ടുകൊണ്ട് കുഴപ്പമില്ലോ, തീട്ടം ചമക്കുന്നവർക്ക് കൈയിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ ഈ ഒച്ച കേട്ട് അപ്പുറത്ത് കഴിച്ചുകൊണ്ടിരുന്ന അമ്മണി ചേച്ചി എല്ലാവരും കൂടെ വന്ന് അവനെ കൈയോടെ അങ്ങ് പിടികൂടി. അങ്ങനെ പിടികൂടിയ പാവം കണ്ണൻ അന്നത്തെ ഉല്ലാസത്തിന് അവന് ഉത്സവമായിരുന്നു. അമ്മച്ചി അവനെ പൂരം തല്ലി. പക്ഷെ ഞാൻ ഓടാൻ തുടങ്ങിയപ്പം ഇവർ ഓടി വരുന്നത് കണ്ട് അലോഷി ഇപ്പുറത്ത് നിന്ന് വലിച്ചിങ്ങ് മാറ്റി. ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അലോഷി എൻ്റെ നാട്ടുകാരനാണെങ്കിലും എനിക്ക് അവനെ കണ്ണിന് കണ്ടുകൂടായിരുന്നു. കാരണം അവൻ എന്നെ മിഴികണ്ണെന്നും മാനം നോക്കിയെന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അവനെ അന്ന് വരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ആ അടിയിൽ നിന്ന് എന്നെ രക്ഷിച്ചതിൻ്റെ നന്ദി പിന്നീട് എന്നും എനിക്ക് അവനോടുണ്ടായിരുന്നു. കാരണം പിന്നെ അവൻ എന്നെ മെഴികണ്ണാന്ന് വിളിച്ചാലും
മാനം നോക്കിന്ന് വിളിച്ചാലും എല്ലാം ഞാൻ എന്തോന്ന് വിളി കേൾക്കുമായിരുന്നു. കാരണം അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ്. ഈ കണ്ണനെ വിചാരണ ചെയ്ത് അമ്മച്ചി പാമ്പിനെ കൊല്ലുന്ന തരത്തിലുള്ള ചൂരൽ കൊണ്ട് പൂരം അടിച്ചു. അന്ന് ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ താമസിക്കുന്നത് വഴി കടന്ന് അപ്പുറത്തുള്ള പെയിൻ്റ് അടിക്കാത്ത തേക്കാത്ത ഇഷ്ടിക വെച്ച വീട്ടിലേക്ക് ആണുങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവുക. അപ്പോൾ ഈ ചെറുക്കൻ്റെ അടിച്ചപ്പോഴൊന്നും കരഞ്ഞില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കരച്ചിലെല്ലാം കുറേ കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. കാരണം പിള്ളേരല്ലേ, അതിൽ കൂടുതലൊന്നും അവർക്ക് പിടിച്ചു വെക്കാൻ അറിയത്തില്ല. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ കരച്ചിൽ ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് ആ തേങ്ങൽ ഇങ്ങനെ 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 ഏങ്ങലടിക്കുന്നത് കേൾക്കാമായിരുന്നു. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ നിന്ന് അങ്ങനെ അങ്ങ് പോകുന്നില്ല. അതിപ്പോഴും അവനൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ ആൾ രൂപങ്ങളായിട്ട് നിൽപ്പുണ്ട്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ക്രിസ്മസിൻ്റെ അവധിക്കൊക്കെ അമ്മ വരുമായിരുന്നു ഒരു ദിവസത്തേന്. അത് 3-ാം ക്ലാസ്സിലെ ക്രിസ്മസിൻ്റെ അവധിക്കും വന്നു, വലിയ അവധിക്കും വന്നു. അപ്പോൾ ആ ഒരു ദിവസം നിന്നിട്ട് അമ്മ പോകുമായിരുന്നു. അപ്പോൾ അമ്മ വരുമ്പം ആ നിൽക്കുന്ന ദിവസം ഞങ്ങളുടെയൊക്കെ തലയിലെ പേൻജീവി കൊന്ന് വൃത്തിയാക്കി ഞങ്ങളെ നന്നായി തേച്ച് കുളിപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ അമ്മ പോയി 2 ദിവസം കഴിയുമ്പോൾ പേൻ പഴയപടിയാവും. ഈ 4ലേക്ക് കയറുമ്പം അപ്പോൾ അമ്മ ഈ വരുമ്പോഴൊക്കെ നമ്മുടെ ഈ പ്രോഗ്രസ് കാർഡും മാർക്കും ഒക്കെ അടിച്ച് നമുക്ക് അഭിമാനിക്കാനായിട്ട് അതേ ഉള്ളൂ. അവിടെ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ മാർക്ക് കാണാനോ മാർക്ക് നോക്കാനോ ഒന്നും ആരുമില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അഭിമാനമായിരുന്നു, ഈ മകൻ നന്നായി പഠിക്കുന്നു, മക്കൾ നന്നായിട്ട് വരുമല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ അവിടെ ഒരു നല്ല സ്ഥലമാണല്ലോ എന്നായിരുന്നിരിക്കണം അമ്മയുടെ ഉള്ളിൽ. അമ്മ ഒരിക്കലും ഈ പുഴുവുള്ള ഗോതമ്പ് കഞ്ഞി കുടിച്ചിട്ടില്ലല്ലോ. 4ലേക്ക് കയറിക്കഴിഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ആ പ്രാവശ്യത്തെ യൂണിഫോമൊക്കെ അവരുടെ പള്ളിയിലെ ആളുകൾ ആരൊക്കെയോ ദുബായിലുള്ളവർ വന്ന് സംഭാവന തരുന്ന. അപ്പോൾ അവർ നമുക്ക് ഈ ഭക്ഷണമൊക്കെ അങ്ങനെ എത്തിക്കുന്ന ചില നല്ല ഇവരുടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് കിട്ടുന്ന ദിവസങ്ങളുണ്ട്. അത് ഒന്ന്, ഈ വിദേശത്തു നിന്ന് ആളുകൾ വരുമ്പോൾ അവർ വൈകുന്നേരം നിൽക്കുമെങ്കിൽ അന്ന് ഗോതമ്പ് കഞ്ഞിയല്ല, അന്ന് കഞ്ഞിയുമല്ല, അന്ന് ചോറാണ്, മീൻകറിയുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്, തോരനുണ്ട്. അപ്പോൾ ഈ വിദേശത്തു നിന്നുള്ള വെള്ളക്കാരായ ആളുകൾ വരുമ്പോൾ അവർക്ക് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വളരെ നല്ലതായിട്ടാണ് എപ്പോഴും അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും കുട്ടികളെ ദത്തെടുക്കാൻ ആളുകൾ വരണേ എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം പ്രാർത്ഥനയായിരുന്നു. ഈ ഉല്ലാസ സമയങ്ങൾ അന്നേരം ഇച്ചിരി വ്യത്യസ്തമാകും. അന്നേരം ഈ അടിയും വിചാരണയൊന്നുമില്ല. അന്നേരം അവിടെ കലാപരിപാടികളാണ്. കസേരയിട്ട് അമ്മച്ചിക്കൊപ്പം ഈ വരുന്ന കപ്പിളുകളും ഇരിക്കും. അവർ വരുമ്പോൾ ചോക്ലേറ്റും മിഠായികളൊക്കെ തരും. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികളുടെ കലാപരിപാടികളുണ്ട്. എല്ലാ പ്രാവശ്യവും ഒരേ കലാപരിപാടികളും ഒരേ വ്യക്തികളും തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണല്ലോ. ഞങ്ങൾക്കിതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ബോറാണ്. കാരണം എല്ലാം ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഡാൻസ് കളിക്കുകയും പാടുകയും ഒക്കെ ചെയ്തിട്ട് കുട്ടികൾ ഇങ്ങനെ പോകുമ്പോൾ ഈ വെള്ളക്കാരവരുടെ തലയിൽ ഇങ്ങനെയൊന്ന് തലോടും. അതൊരു അഭിനന്ദനമാണ്. അപ്പോൾ അത് കണ്ടു നിൽക്കുമ്പോൾ നമ്മളോർക്കും ഒരു കലാവാസനയില്ലാതെ നമുക്ക് ഇങ്ങനൊരു തലോടൽ പോലും ഒരു കാലത്തും കിട്ടില്ല. ചില സമയങ്ങളിൽ നല്ല ഡാൻസൊക്കെ ആണെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ടൊരു ചോക്ലേറ്റ് ഈ സായിപ്പോ മാതാമ എടുത്തു കൊടുക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ മാർക്ക് ചെയ്യപ്പെടുന്ന ഈവൻറ്റുകളാണ്. പിന്നെ ഈ ഇവരുടെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പള്ളിയിൽ പോകും. ഈ 4-ാം ക്ലാസ്സിലേക്ക് കയറുന്ന അവധി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്കുള്ള യൂണിഫോമുകൾ ഞങ്ങളുടെ തന്നെ സ്കൂളിൽ പഠിക്കുന്നതോ അല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള അവരുടെ സഭയിൽപ്പെട്ടിട്ടുള്ള സീനിയറായിട്ടുള്ള കുട്ടികളുടേത് ഞങ്ങൾക്ക് തരും. അപ്പോൾ 4ൽ പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം വേറൊരു കുട്ടി എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കുന്ന ഒരു തരം വലുതാണ്, അവന് ഇനി പാകമാകാത്ത കൊടുത്ത അവൻ്റെ യൂണിഫോം ഉടുപ്പിട്ടാണ് ഞാൻ പിറ്റേ പ്രാവശ്യം ചെല്ലുന്നത്. അതിൻ്റെ ആ നിക്കറിൻ്റെ ഈ സൈഡിൽ അത് പച്ചയും ക്രീമുമാണ് യൂണിഫോം. പച്ച നിക്കറിൻ്റെ ഇടതുകാലിൻ്റെ മുകളിലായിട്ടൊരു പാടുണ്ടായിരുന്നു. അത് വെച്ച് അവൻ ആ നിക്കറിനെ തിരിച്ചറിയും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, ഞങ്ങൾ കളിക്കുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച്, ഇതെൻ്റെ നിക്കറാണ് നിനക്ക് തന്നതെന്ന് സഭയിൽപ്പെട്ട ആൾ അവരവരുടെ പള്ളിയിൽ കൊടുത്ത അവൻ്റെ അമ്മ
വിളിച്ച് പറയാം. അതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തിന് ഭയങ്കര നാണക്കേടാവും. പക്ഷേ അത് ഇടാതെ നാളെ പോകണം എന്നുള്ള യാതൊരു സാധ്യതയും നമുക്കില്ല, കാരണം നമ്മളത് ചൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കുറേ ഈവൻറ്റുകളുണ്ട്. പിന്നെ എന്നെ ഒരു മാർക്ക് ചെയ്തൊരു ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഈ സംഭാവനകളും ഭക്ഷണങ്ങളും ഒക്കെ കൊടുക്കുന്ന, ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യുന്ന ആളുകളിൽ പള്ളിയിലൊരു ചടങ്ങുണ്ടായിരുന്നു ഞായറാഴ്ചത്തെ അവരുടെ ആരാധന കഴിഞ്ഞ്. അപ്പോൾ ദുബായിൽ നിന്ന് വന്ന സ്പോൺസേഴ്സിൻ്റെ എല്ലാം മുമ്പിൽ നിന്ന് നമ്മളുടെ ഫോട്ടോ എടുക്കും. നമ്മൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുത്ത്, എനിക്കന്നേരം ഈ പല്ലൊക്കെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. അതിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മളിരിക്കും. പക്ഷെ അന്നേരവും നമ്മളിങ്ങനെ ഈ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന പെയിൻറ്റിങ് പോലെയാണ്. അവരൊക്കെ നല്ല ചിരിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ ചടങ്ങെന്ന് പറയുന്നത്. അവിടുത്തെ അച്ഛനും ഈ സഭയുടെ ഉയർന്ന ആളുകളും അമ്മച്ചിയൊപ്പം വേദിയിലുണ്ടാവും. അവരെല്ലാം ഈ കുട്ടികളെ ഇങ്ങനെ സഹായിക്കുന്നതിനും അങ്ങനെ സഹായിക്കുന്നതിനുള്ള അഭിനന്ദനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതെൻ്റെ മനസ്സിലിങ്ങനെ നിന്നിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ അന്നേരം ഈ ആളുകളെല്ലാം നമ്മളെ നോക്കുന്നത്, ഒരു പ്രത്യേക റോയുണ്ട് ആ പള്ളിക്കകത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ. അപ്പോൾ ആളുകളെല്ലാം ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബാക്കിയുള്ള ആളുകളെല്ലാം നമ്മളെയാണ് നോക്കുന്നത്. നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും നോക്കുന്ന പോലെ വളരെ ദയോടുകൂടിയൊക്കെയാണ് നോക്കുന്നതെങ്കിലും അങ്ങനെ നോക്കപ്പെടുമ്പോൾ ശരിക്കും കാഴ്ച ബംഗ്ലാവിലെ ഒരു മൃഗത്തെ പോലെയാണ് ആ കുട്ടിക്ക് തോന്നുക. കുരങ്ങൻ നിൽക്കുന്നു, പുലി നിൽക്കുന്നു, സിംഹം നിൽക്കുന്നു, ആട് നിൽക്കുന്നു, കോലാട് നിൽക്കുന്നു. അതിനെയെല്ലാം കണ്ടുപോകുന്ന കുറേ മനുഷ്യരുടെ ഒരു പ്രതീതി ഈ കൊച്ചു കുട്ടികളുടെ മനസ്സിലുണ്ട്. എന്താണെങ്കിലും എനിക്കങ്ങനെയായിരുന്നു തോന്നുന്നത്. ഈ ആളുകൾക്ക് കാണാൻ വേണ്ടി നിർത്തിയിരിക്കുക, എല്ലാവരും നോക്കുന്ന അങ്ങോട്ടാണ്. ഇവർ ദയനീയമായിട്ടുള്ളൊരു നോട്ടം. എന്നിട്ട് ഇതിൽ ഏറ്റവും പരിതാപകരം എന്ന് പറയുന്നത്, ഈ സ്പോൺസേഴ്സ് എന്ന് വിളിക്കുന്ന സഭയിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ മദ്ബഹയുടെ താഴെയായി നിന്ന് ഒരു ഫോട്ടോ എടുക്കലുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എടുക്കലിൽ നമുക്ക് ശരിക്കും ആ ഫോട്ടോ കാണിക്കാൻ പോലും ആരും കാണരുതെന്നും അത് എടുക്കണമെന്നും പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ശരിക്കും ഈ അവരുടെ കോൺട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറൊരു വശം എന്ന് പറയുന്നത്, ഈ അമ്മച്ചിക്ക് അന്ന് സ്വീഡനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെയുള്ള കത്തുകൾ വരും. അവർക്കെല്ലാം അമ്മച്ചി എല്ലാ ദിവസവും ഇരുന്ന് കത്തെഴുതിയിട്ട് രാവിലെ 10 മണിയാകുമ്പോൾ രാജേട്ടൻ ഇങ്ങനെ ഒരു കെട്ട് എയർമെയിൽ ഇൻഡൻറ്റുമായിട്ട് ഇങ്ങനെ ആ കാളത്തോട് പോസ്റ്റ് ഓഫീസിൽ ഇത് അയക്കാൻ പോകും. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ളതും ജീവിക്കാനുള്ളതും കഴിക്കാനുള്ളതും ഒക്കെ വന്നിരുന്നെങ്കിലും അമ്മച്ചി നല്ലൊരു സേവിങ് മെൻറ്റാലിറ്റിയൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നിരിക്കണം ഒത്തിരി ഭക്ഷണവും നല്ല ഭക്ഷണവും ലാവിഷ് ലൈഫും ഒന്നും തരാതെ ഞങ്ങളെ അടുക്കും ചിട്ടയുമായി നന്നായി ശിക്ഷിച്ചു വളർത്തി. പിന്നീട് 4ലേക്ക് കടക്കുമ്പോൾ വന്ന ഒരു ഈവൻ്റ് ഇന്ന് മറന്നു പോകാതെ നിൽക്കുന്ന ട്രോമാറ്റൈസിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റുണ്ട്. ആ 4ലേക്ക് കയറി ഓണപ്പരീക്ഷയൊക്കെ ആയിക്കഴിഞ്ഞാന്ന് തോന്നുന്നു ആ കുട്ടി വരുന്നത്. അവൻ പീച്ചിയിൽ എവിടെയുള്ളൊരു കുട്ടിയാണ്, എന്നെക്കാളും 2 വയസ്സോ മറ്റു കൂടുതലുണ്ട്. പക്ഷെ അവൻ വരുന്നത് കണ്ടാലും അവൻ്റെ പേര് വിക്രമൻ എന്നാണ്. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം, അവൻ്റെ നോട്ടം, അവൻ്റെ മുഖത്ത് കാണുന്ന ഒരു ദുഃഖം തളം കെട്ടിക്കിടപ്പുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് കാണുന്ന ഒരു കുലീനതയുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം അവനേത് വലിയ വീട്ടിലേക്ക് വച്ചനാണ്. അപ്പോൾ അവൻ എന്തിനിവിടെ വരുന്നു എന്നൊരു ചിന്ത എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുവന്ന ഒരു കാറിലായിരുന്നു അംബാസഡർ. അവനെ അവിടെ ആക്കി പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് അവർ പോകുമ്പോൾ അവനവിടെ തന്നെ, അവർ നോക്കി നിൽക്കുന്നൊന്നുമില്ല. അവനവിടെ നിന്നു. അവൻ്റെ കയ്യിൽ 2 വളരെ മോഡേൺ ആയിട്ടുള്ള ഷൂകളുണ്ട്. ആദ്യമായി ഞാൻ ഷൂ കണ്ടത് ഈ വിക്രമൻ്റെ കയ്യിലാണ്. അവൻ ഈ 2 ഷൂവും വിടാതെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവന് സൂട്ട് കേസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൻ്റെ തുണികളെല്ലാം നല്ല ഭയങ്കര ഫാഷൻ വസ്ത്രങ്ങളായിരുന്നു. അത് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത്. അവനോട് അടുത്തിടപെട്ട് കഴിയുമ്പോൾ അവൻ്റെ അപ്പനും അമ്മയും ഒരു സഹോദരനും ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അവർക്ക് സ്വന്തം വീടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പിന്നെ താമസിച്ച അപ്പൻ്റെ അനിയൻ്റെയോ മറ്റേ വീട്ടിലായിരുന്നു. അവരാണ് അവനെ അവിടെ കൊണ്ടുപോയാക്കിയത്. അപ്പോൾ ഒരു ദിവസം പതിവുല്ലാസമൊക്കെ കഴിഞ്ഞ് ഇവനിട്ട് അടിയും കിട്ടി, എന്തിനോ അടിയും കിട്ടി. ഞങ്ങളുടെ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ ക്വാർട്ടറിൽ വന്ന് കിടക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരക്കി ഇത് ഇട്ടിട്ടുണ്ട്. ഇവൻ കിടക്കുന്ന എൻ്റെ ഇടതുവശത്തായിട്ട് എൻ്റെ ഇടതുവശത്തായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത് നേരെ. അപ്പോൾ ഇവനിട്ട് അടി കിട്ടിയേച്ചിരിക്കുക അമ്മച്ചിയുടെ കയ്യിൽ നിന്ന്.
അപ്പോൾ അവനിങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ രാജേട്ടൻ ഈ ഉറങ്ങേണ്ട സമയമാകുമ്പോൾ എന്ന് വെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൗണ്ടും പറ്റത്തില്ല. അപ്പോൾ ഇവൻ ഈ അടി കിട്ടിയതിൻ്റെ തേങ്ങലിൽ ഇങ്ങനെ ഏങ്ങലടിച്ചുകൊണ്ട് തന്നെ കിടക്കുക. കുറേ നേരം കഴിഞ്ഞപ്പം ഈ ജോസേട്ടൻ അധികം മിണ്ടാത്ത വെളുത്ത നിറമുള്ള ബലിഷ്ഠനായ ഇയാളേറ്റ് വന്ന് ഇയാൾ ആ ജനലിൻ്റെ അവിടെ നേക്കുന്ന എനിക്ക് കാണാം. അപ്പോൾ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ നോക്കി എങ്ങനെയാണ്. അപ്പോൾ അയാൾ പതുക്കെ നടന്നു വന്ന് എൻ്റെ ഇടത് വശത്ത് കിടക്കുന്ന ചെറുക്കൻ്റെ വലതുവശത്തായിട്ട് അവൻ്റെ പുറകു വശത്ത് അയാൾ കിടന്നു. എന്നിട്ട് ഈ കുട്ടി അടി കിട്ടിയതിൻ്റെ വേദന എൻ്റെ ദേഹത്ത് മുഴുവൻ തടിച്ച പാടാണ്. ആ വേദനയിലിരിക്കുന്ന അവനെ ലൈംഗികമായി വളരെ ക്രൂരമായി ഉപയോഗിച്ചു. അയാൾക്കൊരു 22 വയസ്സെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ്റെ എനിക്കപ്പോൾ ഇത് ഇങ്ങനെ നേരെ കിടക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഇവനിങ്ങനെ ചെരിച്ച് കിടത്തിയിട്ട് അവൻ്റെ ഈ അയാൾ ഇങ്ങനെ പൊത്തി പിടിച്ചിരിക്കുക. എന്നിട്ട് അയാൾ ചെവിയിൽ പറയുന്നത് എനിക്കും കേൾക്കാം, മിണ്ടിപ്പോകരുത്, കൊന്നുകളയുമെന്ന്. അപ്പോൾ ഈ 12 വയസ്സുള്ള 12 കാണിയല്ല, 11 കാണുള്ളൂ അവന്. കഴിഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് അതേപടി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ എഴുന്നേറ്റ് തിരിച്ച് ചെന്ന ജനലിൻ്റെ അവിടെ അയാളെപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നയാൾ. അയാൾ അവിടെ കിടന്നു. ഇവൻ്റെ ഈ ക്രൂരമായ പീഡനം കൊണ്ടാണോ പിന്നെ എന്തെങ്കിയതൊന്നോ അത് അമ്മച്ചിയുടെ വൈകുന്നേരത്തെ അടി കൊണ്ടാണോന്നൊന്നും കൃത്യം പറയാൻ പറ്റത്തില്ല. എന്നതാണേലും ആ ചെറുക്കനെ എങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. ഞാനെപ്പോഴും ഉറങ്ങിപ്പോയി. ഈ ക്രിസ്മസിൻ്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ, അവധി തുടങ്ങുന്നതിന് മുമ്പത്തെ ആഴ്ചയിൽ ഞങ്ങൾ ആ പള്ളിയിൽ പോയിട്ട് ആൺകുട്ടികളും പോന്നു, പെൺകുട്ടികളും പോന്നു. വീട്ടിൽ വന്നപ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയമായപ്പോഴേക്കും നോക്കുമ്പോൾ ബിന്ദുവിനെ കണ്ടില്ല. ലാലിയോട് ചോദിച്ചു. ലാലി പറഞ്ഞു ഞാനും കണ്ടില്ല. അപ്പോൾ അവിടെ എല്ലാം ഓടി നടന്ന് നോക്കി, എല്ലായിടത്തും. ആ ആട്ടുംകൂട്ടിൻ്റെ പരിസരത്ത് നോക്കി, അപ്പുറത്ത് മൊയിലംകൂട്ടിൻ്റെ അടുത്ത് നോക്കി, ഒരിടത്തും അവളുണ്ടായിരുന്നില്ല. പള്ളി കഴിഞ്ഞ് പോകുന്ന വഴി കൂടത്തിലുണ്ടായിരുന്നൊന്നും ലാലി ശ്രദ്ധിച്ച് കാണില്ല. ബിന്ദു കൊച്ചുകുട്ടികളുടെ ഒപ്പമല്ലേ നടക്കുക. എനിക്ക് അവളെ പിരിഞ്ഞൊരു ജീവിതം പോസിബിൾ പോലും അല്ലായിരുന്നു. അമ്മയെ ഏൽപ്പിച്ചു പോയിട്ട് അവളെ നോക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം വേറെയുണ്ട്.